ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 11-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. അഗ്നിവാസരവളർക്ഷപക്ഷഗൈരുത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. കഴിഞ്ഞ ശ്ലോകത്തിൽ സദ്യോന്മുക്തിയെയും ക്രമമുക്തിയെയും പറ്റിയാണ് പറഞ്ഞത്. സദ്യോന്മുക്തി ലഭിച്ച യോഗികൾ പരബ്രഹ്മത്തിൽ നേരിട്ട് ലയിക്കുന്നതോടെ പിന്നീട് അവരെപ്പറ്റി ഒന്നും ചിന്തിക്കാനില്ല, പറയാനില്ല. എന്നാൽ ക്രമമുക്തി ആഗ്രഹിച്ച് ഭൂമിയുടെ ഉപരിലോകങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് മോക്ഷപ്രാപ്തി ലഭിക്കണം എന്നാഗ്രഹിച്ച് സൂക്ഷ്മ ശരീരത്തോടുകൂടി മൂർധാവിലുള്ള ഭ്രമരന്ധ്രം ഭേദിച്ച് പുറത്തേക്ക് പോകുന്ന യോഗിയുടെ ആത്മാവിൻ്റെ പിന്നീടുള്ള യാത്രയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. അഗ്നിവാസര വളർക്ഷപക്ഷഗൈ ഇരുത്തരായണ ജുഷാച ദൈവതൈഹി. അഗ്നി, തീയ്, അഗ്നി എന്ന് തന്നെ മനസ്സിലാക്കാം. വാസര, പകൽ എന്നർത്ഥം, ദിനം, പകൽ. വളർക്ഷപക്ഷം, വെളുത്ത പക്ഷം. ഒരു മാസത്തെ 2 ഭാഗങ്ങളാക്കുമ്പോൾ 15 ദിവസം കറുത്ത പക്ഷം, 15 ദിവസം വെളുത്ത പക്ഷം. ആ വെളുത്ത പക്ഷത്തെയാണ് ഇവിടെ വളർക്ഷപക്ഷം എന്ന് പറയുന്നത്. വളർക്ഷപക്ഷഗൈ. അപ്പോൾ ഈ അഗ്നിയുടെയും പകലിൻ്റെയും വെളുത്ത പക്ഷത്തിൻ്റെയും ഉത്തരായണ ജുഷാച ദൈവതൈഹി. ഉത്തരായണം എന്നാൽ 12 മാസങ്ങളെ 2 ഭാഗങ്ങളാക്കുമ്പോൾ 6 മാസം ഉത്തരായണവും 6 മാസം ദക്ഷിണായനവും. മകരമാസം മുതൽ മിഥുനമാസം വരെയുള്ള 6 മാസം ഉത്തരായണം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസം ദക്ഷിണായനം. ആ ഉത്തരായണത്തെയാണ് ഇവിടെ പറയുന്നത്. ഈ ഉത്തരായണ കാലം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഉത്തരായണ ജുഷാച ദൈവതൈഹി. ദൈവതൈഹി, ഈ അഗ്നിയുടെയും പകലിൻ്റെയും വെളുത്തപക്ഷത്തിൻ്റെയും ഉത്തരായണത്തിൻ്റെയും അധിഷ്ഠാന ദേവതമാർ, ദൈവതൈഹി ദേവതമാർ, ജുഷാച സ്വീകരിച്ചിട്ട്. ഈ മൂർധാവിലെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് സൂക്ഷ്മ ശരീരത്തോടുകൂടി പുറത്തേക്ക് വരുന്ന ആത്മാവിനെ അഗ്നിയുടെയും പകലിൻ്റെയും വെളുത്തപക്ഷത്തിൻ്റെയും ഉത്തരായണത്തിൻ്റെയും അധിഷ്ഠാന ദേവതമാർ സ്വീകരിക്കുന്നു. എന്നിട്ട് അവരവരുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം അവരവരുടെ ലോകത്തൊക്കെ കാണിച്ച് അവിടെയൊക്കെ താമസിപ്പിച്ച് അതിനുശേഷം പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. പ്രാപിതോ എന്നിട്ട് ആ ദേവതമാർ തന്നെ പ്രാപിപ്പിക്കപ്പെടുത്തുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു ഈ ആത്മാവിനെ രവിപദം, സൂര്യലോകത്ത്. ഈ ആത്മാവിനെ ഈ ദേവതമാർ അതിനുശേഷം സൂര്യലോകത്തേക്ക് എത്തിക്കുന്നു. പ്രാപിതോ, പ്രാപിതഃ എത്തിക്കുന്നു. ഭവത്പരോ, ഭവത് അങ്ങയുടെ മഹാവിഷ്ണു ഭഗവാനാകുന്ന പരബ്രഹ്മത്തിലേക്ക് ലയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ആത്മാക്കൾ മോദവാൻ, ഇങ്ങനെയൊക്കെ ദേവതമാർ കൂട്ടിക്കൊണ്ടുപോയി അവരവരുടെ ലോകങ്ങളും കാണിച്ചു. അതിനുശേഷം സൂര്യലോകത്തെത്തി അവിടെയും താമസിച്ച് സന്തോഷവാന്മാരായിരിക്കുന്ന, അങ്ങയെ ആശ്രയിച്ച് അങ്ങയിൽ ലയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഈ ആത്മാക്കൾ ധ്രുവപദാന്തം ഈയതേ. ധ്രുവപദം, ധ്രുവലോകത്ത് ഈയതേ എത്തിച്ചേരുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അഗ്നി, പകൽ, വെളുത്തപക്ഷം, ഉത്തരായണം എന്നിവയുടെ അധിഷ്ഠാന ദേവതമാർ ഈ സൂക്ഷ്മ ശരീരത്തോടുകൂടി ക്രമമുക്തി ആഗ്രഹിച്ച് പുറത്തേക്ക് വരുന്ന യോഗികളുടെ ആത്മാവിനെ സ്വീകരിച്ച് അവരവരുടെ ലോകങ്ങളൊക്കെ കാണിച്ച ശേഷം സൂര്യലോകത്ത് എത്തിക്കുന്നു. അതിനുശേഷം സന്തോഷവാന്മാരായിരിക്കുന്ന ഈ ആത്മാക്കൾ ധ്രുവപദത്തിൽ, ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേരുന്നു.
അഗ്നിവാസരവളർക്ഷപക്ഷഗൈരുത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. 12ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.